എഫേസ്യ ലേഖനം 5-ാം അധ്യായം 21 മുതൽ 6-9 വരെയുള്ള ഭാഗങ്ങളിലെ ക്രിസ്തീയ വ്യക്തിബന്ധങ്ങൾ 2-ാം ഭാഗം. ക്രിസ്തുവിൽ സകലവും സംയോജിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതി. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ അതിനുള്ള മുഖാന്തരമാണ്. അവയവങ്ങൾക്ക് കേടുകൂടാതെ നോക്കുകയും കുറവുള്ളതിൻ്റെ മാനമണിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ആയതിനാൽ സത്യേക ദൈവമായ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉജ്ജ്വലിപ്പിക്കുകയും ദൈവരാജ്യ ജീവിതത്തിനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യനിർമ്മിതമായ സഭ ക്രിസ്തുവിൻ്റെ ശരീരം തന്നെയാണെന്ന സത്യം ഓർത്തുകൊണ്ട് സഭ അതിൽ തന്നെ രഞ്ജിപ്പിലും സമാധാനത്തിലും വർത്തിക്കണം. ഇതാരംഭിക്കേണ്ടത് സഭാംഗങ്ങളുടെ കുടുംബാംഗങ്ങളിലാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും പിതൃപുത്ര ബന്ധങ്ങളിലും തൊഴിലാളി മുതലാളി ബന്ധങ്ങളിലും ചെറിയ തോതിൽ കണ്ടെത്തുന്ന യോജിപ്പാണ് സഭയിലും സമൂഹത്തിലും വലിയ തോതിൽ നാം ദർശിക്കുന്നത്. ഈ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനമാണ് 21-ാം വാക്യത്തിൽ നാം കാണുന്നത്. സ്നേഹിക്കുവാനും സേവിക്കുവാനും രക്ഷിക്കുവാനും സ്വയം താഴ്മ സ്വീകരിച്ച ക്രിസ്തുവിൻ്റെ മാതൃക. നമ്മുടെ കുടുംബം, സഭ, സമൂഹ ബന്ധങ്ങളുടെ അടിസ്ഥാന തത്വമായിരിക്കുവാൻ അപ്പോസ്തലൻ നിർദ്ദേശിക്കുന്നു. ഇത് പരിപാലിക്കുവാൻ നമുക്ക് ഇടയാവട്ടെ. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.